أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت خيلتي أدركني يا رسول الله. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ഒരുപാട് തിരക്ക് കാരണം കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പലരും വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നൊക്കെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെയൊക്കെ അവർക്ക് ഖൈറായ ജോലി അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള ജോലിയിൽ അല്ലാഹു ഖൈറും ബർക്കത്തും ഉയർച്ചയും നൽകുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫാഹ് നൽകുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളെ ഒക്കെ മാറി സന്തോഷത്തിലുള്ള ജീവിതം അല്ലാഹു നൽകുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യമായ ഇണകളെ അല്ലാഹു നൽകുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കൾ അല്ലാഹു നൽകുമാറാവട്ടെ. നൽകിയ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റട്ടെ. മുത്തുമോമിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഇബ്രാഹിം. ഇതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഞാൻ പറയുന്നത് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് എന്തിനൊക്കെ വേണ്ടിയാണ് ഇത് ഓതേണ്ടത് എന്നുള്ളതാണ്. ഇതിൻ്റെ മഹത്വങ്ങൾ വേറെയും ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇതിൻ്റെ ശ്രേഷ്ഠതകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടുതലാവുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ചുരുക്കി പറഞ്ഞുകൊണ്ട്, നമ്മുടെ ശത്രുക്കൾ, നമുക്കൊരുപാട് ശത്രുക്കളുണ്ടാവും. ആ ശത്രുക്കളെ നശിപ്പിക്കാൻ, ആ ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ സൂറത്തുൽ ഇബ്രാഹിം 7 പ്രാവശ്യം ഓതിയാൽ നമ്മുടെ ശത്രുക്കളുടെ ശർറിൽ നിന്നും രക്ഷ ലഭിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കണ്ണേറും വേദനയും മാറാൻ അൽഹംദുലില്ലാഹ്, കണ്ണേറും വേദനയും മാറാൻ 14-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ആയത്തിനെ എഴുതി കെട്ടിയാലും ഓതിയാലും എഴുതി കലക്കി കുടിച്ചാലും കണ്ണേറ് ശരീരവേദനയും മാറിക്കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എലി, വെട്ടുകിളി തുടങ്ങിയ പ്രാണികളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മുടെ സൂറത്ത്
ഇബ്രാഹിം സൂറത്തിൽ 14-ാമത്തെ അധ്യായമാണ്. 13, 14, 15, 16, 17 ആയത്തുകൾ. ഈ വചനങ്ങളെ 4 മരത്തുണ്ടുകളിൽ എഴുതി വയലിൻ്റെയോ വീടിൻ്റെയോ 4 മൂലയിലും സ്ഥാപിക്കുക. സ്ഥാപിക്കുമ്പോൾ 3 പ്രാവശ്യം ഈ സൂറത്ത് ഓതണം. എലി, വെട്ടുകിളി, മറ്റു പ്രാണികൾ ഇവയിൽ നിന്നും കാവൽ കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പ്രവർത്തികളിലും സന്താനങ്ങളിലും ഐശ്വര്യം വർദ്ധിക്കാൻ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അതുപോലെ നമ്മുടെ സന്താനങ്ങളിൽ ഐശ്വര്യം വർദ്ധിക്കാൻ 32, 33, 34 എന്നീ ആയത്തുകളെ രാവിലെയും വൈകിട്ടും ഉറങ്ങാൻ പോകുമ്പോഴും വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുമ്പോഴും വെളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴും ഓതിയാൽ അവൻ്റെ പ്രവർത്തികളിൽ സന്താനങ്ങളിലും ഐശ്വര്യം വർദ്ധിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ശത്രുക്കളുടെ ശത്രുതരം മാറിക്കിട്ടാൻ, കണ്ണേറും വേദനയും മാറിക്കിട്ടാൻ, കൃഷികൾ നശിപ്പിക്കുന്ന വെട്ടുകിളി, എലി തുടങ്ങിയ പ്രാണികളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, അതുപോലെ നമ്മുടെ പ്രവൃത്തിയിലും മക്കളിലും ഐശ്വര്യം വർദ്ധിക്കാൻ ഈ പറഞ്ഞ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുക. ആർക്കാണോ ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉള്ളവർ പാരായണം ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു ഉപകാരപ്രദമായ അറിവായിരിക്കാം ഇത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. ഇരു ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്ത് തരുമാറാവട്ടെ. ആഖിറു സമാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഷർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മുത്തുനബിയെ കണ്ട് സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കൂടെ കൂടുക. നല്ല അറിവുകളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുവാൻ വേണ്ടി, ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.